നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഇവളുടെ വീഡിയോ കാണിക്കരുത് അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ജന്തുവിന്റെ മുഖം കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും. പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവളുടെ ഓരോ വീഡിയോയ്ക്കും ഇടുന്ന കമന്റുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇവള് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ നരാധമന്മാരായിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരനും തീവ്രവാദിയുമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയാണ്. ക്രൈസ്തവർ ഒരു വിഭാഗം ആളുകൾ ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ ജൂതന്മാർ ക്രൈസ്തവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്രൈസ്തവരെ അവര് സഹോദരങ്ങളായിട്ട് പോലും കാണുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ വൃത്തികെട്ട ഈ മാലപ്പടക്കത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും പിഴച്ചവൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം നല്ല ജനിസിനുണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവളെ കാണുമ്പോൾ ലൈനത്തുള്ള അലേഹി എന്ന് നമ്മൾ 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം മനുഷ്യകുലത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവുമില്ലാത്ത സന്തതി, സാത്താന്റെ സന്തതി എന്ന് നമുക്ക് 100 വട്ടം എടുത്ത് പറയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചതഞ്ഞു പോവുകയാണെങ്കിൽ നാറി പുഴുത്ത് പണ്ടാരം അടങ്ങി പോകും. അതുപോലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഇസ്രായേലിലേക്ക് വണ്ടി കയറി പോയത് കേട്ടോ. ജൂതന്മാർക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ഈ സാധനത്തിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അല്ലെ. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയെ കൂട്ടമായി 3, 4, 5 വൻ രാഷ്ട്രങ്ങൾ കൂട്ടമായി ആ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ വധിച്ചിട്ട് ഗീർവാണം മുഴക്കുന്ന നീയൊക്കെ ആണാണോ? ഷണ്ടന്മാരാണ്, ശിഖണ്ഡികളാണ്. എന്തിനാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നേരെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇപ്പം ഈ ഒരു യുദ്ധം ഉണ്ടാക്കിയത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭയക്കുന്നു എന്നുള്ള ഭീരുക്കളാണ് ഈ പറയപ്പെടുന്ന നാറികളെല്ലാം. ആണും പെണ്ണും കെട്ട ജന്മങ്ങളാണ്. ഒരു യുദ്ധം ഉണ്ടായപ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ വിട്ടിട്ട് വല്ല രാജ്യത്തും പോയി പെണ്ണുങ്ങളുമായിട്ട് കുടിച്ചും കൂത്താടിയും നടന്നിട്ടുള്ള ഈ നാറികൾ ആയത്തുള്ള അൽ ഖമേനിയുടെ പേര് പറയാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നു. യോഗ്യതയില്ല, ആണൊരുത്തനാണ്, ആണായി ജനിച്ച് ആണായി മരിച്ചിട്ടുള്ള ധീരനായിട്ടുള്ള നേതാവ്. ഇവരെയൊക്കെ ഇനിയും ലോകം വാഴ്ത്തും. ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആ നരാധമൻ മരണപ്പെട്ടതും നമ്മളെല്ലാവരും കണ്ടവരല്ലേ, കൺകുളിർക്കെ നമ്മൾ കണ്ടതാ. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന പിഞ്ചും മക്കളുടെ കൊലയാളികളായിട്ടുള്ള ഈ നരാധമന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഉളുപ്പും മാനവും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ, കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഈ പുഴുത്ത ജീവി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതുപോലുള്ള വൃത്തികെട്ടവളുടെയൊക്കെ മുഖമെങ്കിലും മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളിതൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ കണ്ടുപോയിക്കും. ഇന്ന് പൂരിം ആഘോഷമാണ്. പൂരിമിന്റെ ആഘോഷത്തിന് വേണ്ടി, ഖമേനിയുടെ മരണത്തിന് വേണ്ടിയിട്ട് ഖമേനി ചത്തൊടുങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ബക്ലോവ തിന്നില്ലെങ്കിൽ പിന്നെ എന്തുവാ പ്രിയ സഹോദരങ്ങളെ. ഖമേനി ചത്തൊടുങ്ങുമ്പം ബക്ലോവ തിന്നണം. ഖമേനിക്ക് വേണ്ടി, കൊതമേനിക്ക് വേണ്ടിയിട്ട് ഒരു ബക്ലോവ നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ തിന്നില്ലെങ്കിലും ഞാൻ തിന്നാം. കൊതമേനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തിന്നില്ലെങ്കിലും. അങ്ങനെ ബക്ലോവ, വിവിധ തരങ്ങളായ ബക്ലോവ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബക്ലോവ, ഖമേനി ചത്തൊടുങ്ങിയേ. ഇത് ഖമേനി ചത്തൊടുങ്ങിയതിൻ്റെ സന്തോഷത്തിനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാം, കഴിക്കുക. എന്തെന്ന് തരം ബക്ലോവ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് അറിയാമോ? ഇത് വേറെ തരം ബക്ലോവ. ഇത് ഹമാസും കൂട്ടരും ചാരമായതിന്. ഹിസ്ബുള്ളക്ക് നമുക്ക് വേറെ ഐറ്റം വെച്ചിട്ടുണ്ട്. ഇത് ഹമാസിന് ഒന്ന് ഹിസ്ബുള്ളക്ക്, ഒന്ന് ഹൂത്തിക്ക്, എല്ലാവരുടെയും ചങ്കിന് നെഞ്ചത്ത് വെടിവെച്ചിടുന്ന ഇസ്രായേലിന് അഭിനന്ദനങ്ങൾ. അതുകൊണ്ട് നാളെ നിങ്ങളുടെ വീടുകളിലൊക്കെ ലഡു വാങ്ങിച്ച് കഴിക്കാനുള്ളവരൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പൂരിമിന്റെ ആഘോഷവും സന്തോഷവുമാണ്. പിന്നെ എൻ്റെ കമന്റ് ബോക്സിനകത്ത് കുറേ കരഞ്ഞു മെഴുകുന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് കുറേ ക്രിസ്ത്യാനികൾ കരഞ്ഞങ്ങ് മെഴുകിയ, അയ്യോ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണോ പ്രിയ സഹോദരി ദൈവവചനം പറയുന്ന നീ എന്തുവാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്, ഇങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നത്? ഒരിക്കലും ദൈവം പൊറുക്കത്തില്ല, ദൈവം അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും എന്നൊക്കെ പറയുന്ന കുറെ വിവരം കെട്ട വിവരദോഷി ക്രിസ്ത്യാനി എന്റെ കമന്റ് ബോക്സിൽ കിടന്ന് കരയുന്നുണ്ട്. ഈ വിവരദോഷിയോട് പറയുക, അല്പമെങ്കിലും പോയി നീയൊക്കെ ബൈബിളെങ്കിലും വായിക്കും അറ്റ്ലീസ്റ്റ്. പിശാചിന് എന്തുവാ, യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ ദൈവം സന്തോഷിക്കത്തില്ല പോലും. പിന്നെ ദുഷ്ടന്മാർ ചത്തൊടുങ്ങുമ്പോഴെല്ലാം കർത്താവിരുന്ന് കരയുമല്ലേ.
ദുഷ്ടന്മാർ ചത്തൊടുങ്ങുമ്പോൾ കർത്താവ് ഇരുന്നിട്ട് ദുഷ്ടന്മാരെ കൊന്നേ, അയ്യോ ദുഷ്ടന്മാരെ കൊന്നേ എന്ന് പറഞ്ഞ് കർത്താവ് ഇരുന്ന് കരയല്ലേ. എന്റെ കമന്റ് ബോക്സിനകത്ത് വിവരജോഷികളായ കുറെ വിവരം കെട്ട ക്രിസ്ത്യാനി വർഗ്ഗങ്ങൾ കയറി വന്നിട്ട് പറയുകയാണ്, യുദ്ധം ഒന്നിനും ചേരുന്നതല്ല പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് സഹോദരി നീ ഇങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ ആ മരണത്തിൽ നീ സന്തോഷിക്കണോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ബൈബിൾ വാക്യം. ഞാൻ മറ്റേ ഫോൺ എടുത്തോണ്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയെ കൊണ്ടുവന്ന്. സദൃശ്യവാക്യം 11-ാം അധ്യായം 10-ാം വാക്യം. സദൃശ്യവാക്യം ബൈബിൾ ഉണ്ടോ ക്രിസ്ത്യാനിയുടെ വീട്ടില്? പോയിരുന്ന് എടുത്തു വെച്ച് വായിക്കുക. സദൃശ്യവാക്യം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയാണ്, നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. നീതിമാന്മാർ ശക്തിമാണെ, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പ് വിളി ഉണ്ടാകുന്നു. ഓ കൊതമേനി ചത്തേ എന്ന് പറഞ്ഞുള്ള ആർപ്പ് വിളി ഉണ്ടാകുന്ന എപ്പോഴാന്ന് അറിയാമോ? ദുഷ്ടൻ നശിക്കുമ്പം ആർപ്പ് വിളി ഉണ്ടാകണം. ഈ കൊതമേനി എന്ന് പറയുന്നവൻ ചത്തു മലന്നപ്പം ഞാൻ വന്ന് വളരെയധികം സന്തോഷിച്ചപ്പോൾ എന്റെ കമന്റ് ബോക്സിനകത്ത് കരയുന്നത് മുഴുവനും ക്രിസ്ത്യാനിയാ വന്ന് കടന്നു. സഹോദരി ഒരാൾ മരിച്ചപ്പം, ദുഷ്ടൻ മരിക്കുമ്പോൾ നീ കരയുന്നില്ലെങ്കിൽ നീ ദുഷ്ടന്റെ കൊതം താങ്ങി കൊടുക്കുന്നവനായതുകൊണ്ടാണ് നിനക്ക് കരച്ചിൽ വരാത്തത്. ദൈവവചനം വായിക്കുന്നവനാണെങ്കിൽ അവന് മനസ്സിലാകും ദുഷ്ടന്റെ മരണം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ടുവരണം, ആർപ്പുണ്ടാകണം. പറഞ്ഞ മനസ്സിലായോ? ദുഷ്ടന്റെ മരണം ആർപ്പ് വിളിയോടുകൂടിയുള്ളതായിരിക്കണം. ദുഷ്ടന്റെ മരണം എന്ന് പറയുന്നത് സന്തോഷിച്ച് ഉല്ലസിക്കണം. അതാ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സാത്താൻ കുഞ്ഞുങ്ങൾക്കാണ് സന്തോഷം വരാത്തത്, കാരണം അവന്റെ കുടുംബത്തിലുള്ളവനല്ലേ ചത്തുപോയത്. അതാണ് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കരയുന്ന ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. എത്രയോ മിസൈൽ പാഴാകുന്നു. കയ്യിലിരിപ്പ് മിസൈൽ പാഴാകുന്ന എന്തുകൊണ്ടാണ്? ഊളയ്ക്കുണ്ടായവനെ ഷമീർ ഷാമി നേരാവണ്ണം മിസൈൽ അടിച്ചുവിടാൻ കഴിവ് കെട്ടവന്മാരുള്ളത് കൊണ്ടാണ് മിസൈൽ പാഴാകുന്നത്. ആ പാഴാകുന്ന മിസൈൽ വന്ന് എന്റെ നെഞ്ചത്ത് വീഴണ്ടായ വെണ്ണനെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? നേരാവണ്ണം ഉന്നം നോക്കിയൊക്കെ വിടാൻ പഠിച്ചിരുന്നെങ്കിൽ അത് വന്ന് വീണേനെ, പൊട്ടിയാനെ. തോക്കെടുത്ത് വെടിവെക്കാൻ അറിയാത്ത ഊളകളെല്ലാം തോക്ക് കൈ പിടിച്ചോണ്ടെന്നൊരു കാര്യമുണ്ടോ? എടാ കൊതം തീനി, എടാ കൊതം കൊടുപ്പുകാരാ, അത് വല്ല പ്രയോജനമുണ്ടോ നിനക്ക്? കണ്ടില്ലേ? കഴിവുള്ളവരാ, ആണുങ്ങളാ, തന്റെ ഇടമുള്ള ആണത്വമുള്ള ആണുങ്ങളായതുകൊണ്ടാണ് കഴിവേറി മക്കളെ ഒറ്റയ്ക്ക് നിന്ന് ഇവന്മാരെടുത്ത് പോരടിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ വാക്കനുസരിക്കുകയും തന്റെ ഇടമുള്ള ആണുങ്ങളായതുകൊണ്ട് അവന്മാർ നെഞ്ചത്ത് കയറിയിട്ട് മിസൈൽ അടിച്ച് കയറ്റുന്നത് കൊണ്ടാണ് കൊതമേനി ആദ്യത്തെ ദിവസം തന്നെ ചത്തുമലത്തത്. ബാക്കി കൂട്ടത്തിലുള്ള 40 എണ്ണവും ചത്തുമലത്തു. ഈ കൊതമേനിയോടൊപ്പം തന്നെ 40 എണ്ണവും ചത്തുമലത്തു, കൊതമേനിയും ചത്തുമലത്തു. ഇപ്പൊ ഓരോരുത്തവന്മാര് ചത്തുമലത്തോണ്ടിരിക്കുന്നതല്ല, ആണത്വമുള്ളമാര് മിസൈൽ വിടുന്നത് കൊണ്ടാണ്. ജെറുസലേം തെരുവ് പടക്കം പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് പറയാണ്, ബൈബിളിൽ ഇങ്ങനെ ഉണ്ട് പോലും. ഇവള് പഠിക്കുന്ന ബൈബിൾ, അതായത് ജൂതന്മാരുടെ ബൈബിളിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. സത്യക്രിസ്ത്യാനികളുടെ ഒരു ബൈബിളിലും ഇങ്ങനെ കാണാൻ സാധിക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്ത് ഒരു ജൂതന്റെ ശവശരീരവും ഏറ്റിക്കൊണ്ട് വരുമ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നു, അതിനെ ആദരിച്ചു, അതിനെ വണങ്ങി, തലപ്പാക്കെട്ട് അഴിച്ച് അദ്ദേഹം ഒരു ആദരവ് പ്രകടിപ്പിച്ചു. അത് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയായിരുന്നു. ശത്രുവാണെങ്കിൽ പോലും അവന്റെ മരണത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നതും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും. ഇവളെ പോലുള്ള പുഴുത്ത ജന്മങ്ങൾ സ്ത്രീ കുലത്തിന് തന്നെ അപമാനമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമാണ്. ഇവളൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതൊന്നും അല്ലെന്നാണ് പറയപ്പെടുന്നത്. ഏതോ ഒരു വിഭാഗത്തിൽ വന്നിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിൽ പോയി ഇങ്ങനെ ഈ പടക്കം വിറ്റ് ജീവിക്കാൻ വേണ്ടി ഇവള് തെരഞ്ഞെടുത്തിട്ടുള്ളൊരു മാർഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആയത്തുല്ലാ അൽ ഖമീനിയുടെ മരണത്തിൽ ഇത്രയധികം സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ധീര നേതാവിനെ ഈ പറയപ്പെടുന്ന ഭീരുക്കളെല്ലാം ഭയക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു ആയത്തുല്ലാ ഖമീനി പോയാൽ 1000 ആയത്തുല്ലാ ഖമീനിമാർ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അവർ ഉദിച്ചിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നീ കിടന്ന് ഈ കുരക്കുന്ന കുരക്കൽ എത്ര നാൾ നീ ഇങ്ങനെ കിടന്നുകൊണ്ട് കുരക്കോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നീ മരിക്കുമ്പോൾ എന്തായാലും സന്തോഷിക്കാനൊന്നും പോകുന്നില്ല, മറിച്ച് ഒരൊറ്റ കാര്യം ഞാൻ പറയും, ഈ ഭൂമിയിൽ നിന്നും വേണ്ടാത്ത ഒരു വേസ്റ്റിന് ദൈവം തമ്പുരാൻ അങ്ങോട്ട് മുകളിലേക്ക് എടുത്തല്ലോ, ചാരിതാർത്ഥ്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പുഴുത്ത ജന്മം കാത്തിരുന്ന് തന്നെ കാണാം. ഇവളുടെ വാർത്തകൾക്ക് വേണ്ടി അതുടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ വലിയവനാണല്ലോ അല്ലേ? അപ്പൊ അവനതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കും. പാവികളെ പന പോലെ വളർത്തുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ സംഭവിക്കണമല്ലോ. അപ്പൊ അതങ്ങനെ സംഭവിക്കട്ടെ. കാത്തിരിക്കാം. കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.